എന്താണ് കമ്പ്യൂട്ടറാണല്ലോ. നാട്ടിലത്തെ ചെലവായി. നല്ല ചെലവാണ്. നാട്ടിൽ പോയി വന്നിട്ട് ഏകദേശം റെന്റേക്കാറിന് ചെലവ്, പിന്നെ എക്സ്പെൻസ്, പിന്നെ ട്രിപ്പ്, പിന്നെ ഹോസ്പിറ്റൽ ചെലവ്, പിന്നെ ടൂറ് പോക്ക്, അത് ഇതൊക്കെ ആയിട്ട് നല്ല ചെലവായിരിക്കുന്നു. ചുരുക്കാരന് മൊത്തത്തിൽ കടായി. ഇനിയിപ്പോ അത് വിടണോ? നമ്മളിപ്പോ ഒരു പ്രവാസിയുടെ കഥയാണ് കേട്ടത്, ശരിയല്ലേ? ആ പ്രവാസിയുടെ എങ്ങനെയാണ് അയാൾ പൈസ മാനേജ് ചെയ്യുന്നതെന്നുള്ള ഒരു ടിപ്സ് പറയാൻ പോവാണ്. നിങ്ങളൊരു 3 അക്കൗണ്ട് നാട്ടിലെടുക്കുക. ഒരു അക്കൗണ്ട് നിങ്ങളെ വെക്കേഷന് വേണ്ടിക്കൊണ്ടും, ഒരു അക്കൗണ്ട് നിങ്ങളുടെ നാട്ടിൽ ചിലവിന് വേണ്ടിക്കൊണ്ടും, ഒന്ന് നിങ്ങളുടെ ലാബിലിറ്റീസോ അല്ലെങ്കിൽ സേവിങ്സിനോ വേണ്ടി ഉപയോഗിക്കുക. ഇതിലേക്ക് കൃത്യമായിട്ട് ഓരോ മാസം അളന്ന് തിട്ടപ്പെടുത്തി പൈസ അയക്കുകയാണെങ്കിൽ വെക്കേഷൻ്റെ ടൈമിന് നിങ്ങൾക്ക് ആരും അറിയാത്ത ഒരു പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി നിങ്ങളുടെ നാട്ടിൽ ചിലവിനാണെങ്കിൽ അത് വേറൊരു പൈസ ഉണ്ടാവും. ഇനി നിങ്ങളുടെ സേവിങ്സിലും കടം തീർക്കലാണെങ്കിൽ അതിന് വേറെ ഉണ്ടാവും.